പേര് ഷെറിൻ മാത്യു. ഇത് എൻ്റെ ഹസ്ബൻഡ് ജിജി ജോസഫ്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് ആൻഡ്രൻ മാരിയോ ജിജി. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിന് സ്ഥിരം സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റിയ ഞങ്ങളുടെ നല്ല ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ ഇവിടെ ഒരുപാട് നാളായി കൃപാസനത്തിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എങ്കിലും വരാനായിട്ട് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. 6/8/2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, അതായത് 2020 ജനുവരി 20-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്തിയില്ല, കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി. കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചു. പക്ഷേ 2-ാമത്തെ മാസം ആ കുഞ്ഞ് അബോർഷനായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പം അടുത്ത കുഞ്ഞും ഇതുപോലെ ഉണ്ടായി. പക്ഷേ 2-ാമത്തെ മാസം ആയപ്പോഴത്തേന് 2-ാമത്തെ മാസം കഴിഞ്ഞു, ആ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് അതും അബോർഷനായി. അപ്പം ഞങ്ങൾ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ലേറ്റ് മാരേജ് ആയിരുന്നു. അപ്പം ഒരു പക്ഷേ വയസ്സ് കൂടിയതുകൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അല്ലേ, കാരണം എന്താ വെച്ചാൽ മറ്റ് ഒന്നും നോക്കിയിട്ടൊന്നും വേറെ കാരണങ്ങളൊന്നും എനിക്ക് ഒത്തിരിയേറെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഒരു പക്ഷേ ചിലപ്പം ലേറ്റായിട്ടുണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു. അല്ലെങ്കിൽ ഇതിൻ്റെ ആയിരിക്കും, വയസ്സിൻ്റെ ആയിരിക്കും. അപ്പം നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്, അതായത് എൻ്റെ കല്യാണം നടന്ന ആ സമയത്ത് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതും സാധിച്ചില്ല. അപ്പം ഈ 2 വർഷം കഴിഞ്ഞ് ഇത് രണ്ടും സംഭവിച്ചത് ചിലപ്പം ഒരു പക്ഷേ മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടലായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇനി ഒരു ചികിത്സ ചെയ്തിട്ടൊരു കുഞ്ഞിനെ വേണ്ട, ഇവിടെ വന്ന് ഉടമ്പടി എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വരാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആദ്യം നിയോഗം വെച്ചത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകം കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമുക്കില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് ഭയങ്കര ഒരു വിഷമം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് ഒത്തിരി പേരൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമം ആയിരുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം എപ്പോഴും ഉണ്ട്. അത് ഈശോയോടും മാതാവിനോടും എപ്പോഴും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിവിടെ നിന്ന് ശരിക്കും മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് മറ്റ് ചെറിയ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പോയപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാലിച്ചു. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, പിന്നെ ഉടമ്പടി ലൈവ് ധ്യാനങ്ങൾ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉടമ്പടിയിൽ 2-ാമത്തെ പുതുക്കലിന് മറ്റേ ചെറിയ ദൈവാനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓർത്തൊന്ന ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് നമുക്ക് 2-ാമത് ഉടമ്പടി പുതുക്കുന്നതിന് പകരം ഉടമ്പടി ഇവിടെ വന്നിട്ട് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടെ വന്നതിനാൽ അവർക്ക് പുതുക്കേണ്ടത് കൊണ്ട് അവരെ ഇന്ന് സഹായിക്കാമെന്ന് കരുതി പുതുക്കേണ്ടി വന്നുകൊണ്ട് ഞാൻ പിന്നെ പുതുക്കി തിരിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 3-ാമത്തെ ആ പുതുക്കലിന് നമുക്ക് എപ്പോഴും അച്ഛൻ പറയും ഇങ്ങനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദമ്പതിമാർക്ക് വേണ്ടി പ്രത്യേകം, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ പെട്ടെന്ന് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടണം, അതുപോലെ തന്നെ ഗർഭിണി മക്കളില്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വരും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും. എനിക്കറിയാവുന്നവർ എത്ര പേരുണ്ടോ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ മക്കൾ ഉണ്ടാക്കാഞ്ഞിട്ട് വേദനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 3-ാമത് പുതുക്കേണ്ട സമയം, അതായത് 2-ാമത് വന്നതെന്ന് പറഞ്ഞാൽ 7/11/2025 ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് 3-ാമത് പുതുക്കാനായിട്ട് സമയം വന്നു. അതായത് ഫെബ്രുവരി മാസം
വന്നപ്പോഴത്തേന് എനിക്ക് ആ മാസം പീരീഡ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ 3 പുതുക്കൽ ആവാറായല്ലോ, ഇപ്പം 2 പുതുക്കൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് 3ാമത്തെ പുതുക്കൽ വന്നു. അപ്പോഴത്തെ ഇതിട്ട് എന്താണ് ഇതുവരെ ആയില്ലല്ലോ, കുട്ടികളൊന്നും ആയില്ലല്ലോ, എന്ത് പറ്റി എന്ത് ഒരു ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ആ ഒരു സമയം വരുമ്പോൾ ഞാൻ മാതാവേ ഈ മാസം വേണ്ട, അടുത്ത മാസം മതി അങ്ങനെ പറഞ്ഞ്, എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പെട്ടെന്ന് അടുത്ത മാസം മതി മാതാവ് തരുമെന്ന് അതായത് കൂടുതൽ വിശ്വാസം വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു പണി കാണിച്ചു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ആണ് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നതും, നീ ഒരു കാര്യം ചെയ്താൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അതോ നിനക്ക് ആഗ്രഹമില്ലേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്കൊരു മനസ്സിലൊരു വിഷമം വന്നതെന്നാന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ തള്ളി വിടുമ്പോഴത്തേനും ദൈവാനുഗ്രഹം നമ്മൾക്ക് വരാനായിട്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എന്തിനാ അതിനെ തള്ളിക്കളയുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിനോട് പോയി പ്രാർത്ഥിച്ചു, മാതാവേ എന്നോട് ക്ഷമിക്കണം, മാതാവിനെ ഈശോയ്ക്കും ഏത് നിമിഷമാണോ എനിക്ക് കുഞ്ഞിനെ, ഞാൻ കാരണം ഒത്തിരി പ്രാർത്ഥിച്ചതാണ് കുഞ്ഞിനെ വേണമെന്ന്. അപ്പം നിങ്ങൾക്ക് അത് തന്നെയല്ല, എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും മാതാവ് ഈശോയും വഴി മാത്രം മതി എന്ന് ഒരു വിചാരിച്ചിരുന്ന വ്യക്തിയും അതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. പെട്ടെന്ന് ഇങ്ങനെ കരുതിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയിട്ട് ഞാൻ പ്രത്യേകം തെറ്റ് പറഞ്ഞ് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ, ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ഇതേണ്ട പ്രഗ്നൻ്റായി. അപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ 2 പ്രാവശ്യം അവർഷനായി പെട്ടെന്ന് ഇവിടെ പോയപ്പോഴത്തേന് ഇതായി. എങ്കിലും അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസം, എന്നെക്കാളും കൂടുതൽ ഹസ്ബൻഡിനായിരുന്നു വിശ്വാസം. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തുടർ ചികിത്സയ്ക്ക് ആയിട്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞു അവർ 2 മാസം കഴിയുമ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് സ്കാനിങ് വന്നപ്പോൾ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ മുൻപുള്ള അനുഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം നമ്മൾ സന്തോഷിക്കും, അത് കഴിയുമ്പോൾ ഈ 2ാമത്തെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ആ സമയം വരുമ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞായിരുന്നു ഇത് മിസ്കാരേജ് ആയി പോകുന്നത്. അപ്പോൾ അത് വരുമോ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ശരിക്കും ഈ കിട്ടിയ തൈലം ഉപയോഗിച്ച് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ കുർബാനയിൽ ശരിക്കും അങ്ങ് സമർപ്പിച്ചു. മാതാവിനോട് എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിനോട് ഒറ്റ കാര്യം പറഞ്ഞു, അമ്മയുടെ പ്രതിഷ്ഠാനത്തിന് സ്ഥിരം സാക്ഷിയാക്കി. അച്ഛൻ പറഞ്ഞില്ല, ഇവിടെ ഉടമ്പടി കത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയത്. അതെപ്പോഴും എന്നെ ഇങ്ങനെ ആരോ എന്നോട് പറയുന്നതുകൊണ്ട് പോലെ തോന്നി. അങ്ങനെ വെച്ച് ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവം നാമം മഹത്വപ്പെടുത്തണം, എനിക്ക് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയണം എനിക്ക് കുഞ്ഞുണ്ടായി. കാരണം ഇത്രയും വയസ്സിൽ ഒരാൾക്ക് നമുക്ക് മറ്റുള്ളവരുടെ അനുഭവം പറയുന്നതല്ലല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടാകും, അത് പറയുന്നത് ഏറ്റവും വലിയത്. അപ്പോൾ എനിക്കിത് ലോകം മുഴുവൻ വിളിച്ച് പറയണം, എനിക്കൊന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പം അത് സമർപ്പിച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതുപോലെ പിന്നെ ഓരോ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും അതിനു മുമ്പ് എല്ലാ ദിവസവും കുരിശ് വരച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന എല്ലാം ചൊല്ലും. ഉടമ്പടിയിലെ ധ്യാനങ്ങൾ അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ വിചാരിക്കാത്തത്ര വലിയ അനുഗ്രഹങ്ങളാണ് ആ സമയത്ത് ഉടമ്പടിയിലെ ആ ആരാധന മധ്യേ ഉണ്ടാകുന്ന ആ ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. ആ സമയത്തൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് എന്നെ സമർപ്പിച്ചു, എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഓരോ മാസവും ചെല്ലുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നല്ല റിസൾട്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കും 16 വയസ്സുകാരികൾ പ്രവർത്തിക്കുന്ന പോലെ എനിക്കും കുഞ്ഞുണ്ടാകണം. കാരണം അവർക്കൊക്കെ ഇന്ന് വലിയ പ്രസവത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. അത് തന്നെയല്ല, എനിക്ക് പണ്ട് അമ്മച്ചിമാർ എന്തോരെ നമ്മുടെ ഒക്കെ അമ്മമാർ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായത്. അപ്പം എനിക്കും അങ്ങനെ തന്നെ ജോലി ചെയ്യുന്ന ഇതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരണം, അതെൻ്റെ ജോലി കൂടുതൽ കൊണ്ട് ഒരു പ്രശ്നവും വരരുത്. അപ്പം അങ്ങനെ എനിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പറ്റുന്നത്. എൻ്റെ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യവാനായിട്ടൊരു ഉണ്ണീശോയെ പോലെ, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ എനിക്കും തന്ന് അനുഗ്രഹിക്കണേ മാതാവേ. മാതാവേ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയ്ക്ക് പോലെ ആയിരിക്കണേ. അതുപോലെ തന്നെ എനിക്ക് ഈ പള്ളിയിൽ ചെല്ലുമ്പം അൾത്താര ബാലന്മാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം. എനിക്കും അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ദൈവത്തിന് ചെറുതിലെ എനിക്ക് കുഞ്ഞിനെ ഓരോ കാര്യങ്ങൾ കളിയാക്കാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ എനിക്ക് പങ്കാളിയാകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിലും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ മാസവും ചെല്ലുമ്പം നല്ല റിസൾട്ട്, അതായത് മാസത്തിനൊത്ത് കുഞ്ഞിന് വളർച്ചയുണ്ട്. ഡോക്ടറിനാണേലും എന്നോട് പറഞ്ഞു, വളരെ സന്തോഷമാണ് ഡോക്ടറിന്. കാരണം ഈ ഒരു ഏജിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവരുടെ ആ
പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് എല്ലാം അങ്ങനെയാണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ഓരോ രീതിയിലും ഓരോ വളർച്ച കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് കൃപാസന മാതാവിൻ്റെ കുഞ്ഞാണ്, അപ്പം അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലെ എല്ലാ കാര്യത്തിനും എല്ലാമായിട്ട് ഇവർക്ക് എനിക്ക് ഇവിടെ വരുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുന്നത് ഇത് ദൈവം തന്ന കുഞ്ഞാണ്, ഇത് മാതാവ് തന്ന കുഞ്ഞാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെന്ന്. അതുപോലെ തന്നെ അവിടുത്തെ ഉള്ള എല്ലാ സ്റ്റാഫിൻ്റെ കയ്യിലും ഈ കൃപാസന പത്രം കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരോടും പറഞ്ഞു, ഇതുപോലെ കുഞ്ഞ് ഞങ്ങൾക്കുണ്ടായത് ഇങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി പ്രത്യേകം പ്രാർത്ഥിക്കണം, പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോടും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പിന്നെ എൻ്റെ സിസ്റ്ററോടൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയും. പിന്നെ ഇടയ്ക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇങ്ങനെ അത് എന്താണെന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ മിണ്ടാമടത്തിലാണ്. അപ്പോൾ അവളോട് ഇങ്ങനെ പറയും. അവൾക്കാണെങ്കിലും കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് അവൾക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര കൃപാസന മാതാവിനോട് പ്രത്യേക ഇതുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ കൃപാസന മാതാവിനോടല്ലേ പ്രാർത്ഥിച്ചത്, അപ്പോൾ പിന്നെ എന്തിനാ പേടിക്കുന്നത്, മാതാവ് നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളും, ഒരു ടെൻഷനും വേണ്ട. ഒരു സ്കാനിങ്, അതായത് ഈ ഇടയ്ക്ക് നമുക്ക് ഓരോ സ്കാനിങ് വലിയ വലിയ സ്കാനിങ്ങൾ ചെയ്യുമല്ലോ, കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പം ഏജ് കൂടിയ അവർക്ക് പ്രഗ്നൻ്റ് ആയാൽ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടാവും എന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, ഈ ഉടമ്പടി ധ്യാനം കൂടിയതിൻ്റെയും ഒക്കെ ഫലമായിട്ട്, സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനൊക്കെ ഫലമായിട്ട് നല്ല നല്ല റിസൾട്ട് ഒക്കെ വന്നു. കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർ നല്ലതാണ്, ആ ഡോക്ടറിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വന്നിട്ട്, കാരണം 2 പ്രാവശ്യം അബോർഷനായിപ്പോയി, അവിടെ വേണ്ടത്ര കെയറിങ് കിട്ടുമോ എന്നൊക്കെ. പക്ഷേ പെട്ടെന്ന് തന്നെ എന്നെ മാതാവ് ഓർമ്മിപ്പിച്ചു, നീ ധൈര്യമായിട്ട് പൊക്കോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാ കൂടെയുള്ളത്. അത് തന്നെയല്ല, നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ നീ ചോദിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചതുള്ളൂ. അപ്പം ദൈവാനുഗ്രഹം തന്നപ്പോൾ നമ്മൾ കൂടുതൽ എളിമപ്പെടണം. അതുപോലെ തന്നെ അവിടെ ചെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാണേലും കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പം കൂടുതൽ അവിടെയുള്ള രോഗികളുടെ അടുത്ത് ചെയ്യാനല്ലേ പറയുന്നത്. അപ്പം അവിടെ നിനക്ക് ഇതിനെ സാക്ഷ്യപ്പെടുത്താം, അതുപോലെ നിനക്ക് നിൻ്റെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാം. അപ്പം നീ ധൈര്യമായിട്ട് അവിടെ പോകൂ, ആ ഡോക്ടറെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ബോധ്യം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ എന്തോ ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ആദ്യം ധൈര്യപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ പരിശുദ്ധ അമ്മ വഴി, പ്രത്യേകം ഈ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ അനുഗ്രഹം വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ പ്രവൃത്തികളൊക്കെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്നെക്കൂടി ശാരീരികമായിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പള്ളിയിലൊക്കെ ഇരിക്കുന്ന, അതായത് ഓരോരുത്തർ പള്ളിയിൽ ഇങ്ങനെ കൊണ്ട് കൂട്ടി വെക്കും. അപ്പം ഞാൻ ചില പള്ളികൾ നിത്യാരാധന ചാപ്പലിലൊക്കെ മുണ്ടക്കയം ആ ഭാഗത്ത് പോകുമ്പോഴത്തേനും അവിടെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആൾക്കാരോട് പറയും, ഇന്ന പോലെ പള്ളിയിൽ ഇരുന്നതാണ്, അത് കൊണ്ടുവച്ചവർക്ക് അറിയത്തില്ല അതിൻ്റെ പ്രാധാന്യം. ഒരു കാര്യം ചെയ്യണം, അവർക്ക് വേണ്ടി, കൊണ്ടുവച്ചവർക്ക് വേണ്ടിയും പിന്നെ ഇത് ലഭിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ട് പോയിട്ട് അതിൽ കുരിശ് വരച്ചിട്ട് തൈലം പൊശിയിട്ട് ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊണ്ട് കൊടുക്കാറ്. അപ്പം ഞാൻ പറയും, അർഹതപ്പെട്ടവരിലേക്ക് ഈ പത്രം എത്തിക്കാനായിട്ട് മാതാവേ എനിക്ക് സഹായിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പത്രം എല്ലാവരും സന്തോഷത്തോടെ, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുകയും കൂടി ചെയ്തപ്പം ആൾക്കാർക്കെല്ലാം ഭയങ്കര ഒരു വിശ്വാസമാണ്. ഈശോയ്ക്കും മാതാവിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്ക് കിട്ടിയ ഈ വലിയ ദൈവാനുഗ്രഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന് 23-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഷെറിൻ ജിജി എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ 6 വർഷത്തെ വലിയൊരു സങ്കടത്തിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് പ്രാപിച്ചു കൊടുത്ത നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ചതിനുള്ള സന്തോഷമായി, നന്ദിയായി അവർ ഈശോ നാമം ഏറ്റുപറയുന്നതാണ്. 2 തവണ മിസ്കാരേജിലൂടെ അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിച്ച് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ അവർ വളരെയധികം ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഷെറിൻ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്,
എന്താണോ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണം, ആരോഗ്യമുള്ള കുഞ്ഞിനെ, അതും വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ലഭിച്ചവർക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആരോഗ്യവും എനിക്ക് തരണം എന്നാണ് മകൾ പ്രാർത്ഥിച്ചിരുന്നത്. ലേബർ റൂമിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റ് അമ്മമാർ, ഗർഭിണികളായ അമ്മമാർ വളരെ വിഷമത്തോട് സങ്കടത്തോടു കൂടി കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരുന്നപ്പോഴും ഈ മകൾ ജപമാല ജപിച്ചുകൊണ്ടാണ് കുഞ്ഞിന് ജന്മം കൊടുത്തതെന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള വലിയ എളിമപ്പെടൽ. അവിടെയാണ് നക്ഷത്രം തെളിഞ്ഞ് രാജാക്കന്മാർക്ക് പോലും ആട്ടിടയന്മാർക്കും വഴി തെളിച്ചത്. പരിശുദ്ധ അമ്മ പാടിയതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപാടണമെങ്കിൽ നമുക്ക് ഈശോയിൽ നിന്നൊരു ജാമ്യം എടുക്കണം. അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിഷയത്തിനല്ല പ്രധാനം എന്ന് തീർത്ത് പറയാൻ നമുക്കുള്ളൊരു ചങ്കൂറ്റം ഉണ്ടാകണമെന്നാണ് ഈ ഷെറിൻ ജിജി ഇവിടെ ഏറ്റുപറയുന്നത്. ഇവർക്ക് കുഞ്ഞിന് ലഭിച്ച സന്തോഷത്തിൽ ദമ്പതികളായി കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.